എന്ത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹ്. മൂസാ നബി ഇൻഷാ അല്ലാഹ് പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം വിവാഹിതനാകുന്ന അവസരമുണ്ടല്ലോ, അദ്ദേഹം വിവാഹം ചെയ്യുന്ന സ്ത്രീയുടെ പിതാവ് അദ്ദേഹത്തോട് പറയുകയാ, നമുക്ക് ചരിത്രമറിയാം, ഫിർഔനിന്റെ നാട്ടിലല്ലേ മൂസാ നബി കഴിഞ്ഞിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനെ അവിടുന്നതാ തന്റെ ഗോത്രക്കാരനായ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു പാവപ്പെട്ടവന് അവിടുന്ന് തല്ലിച്ചതയ്ക്കുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഒരടി വെച്ചു കൊടുത്തു ഒരു മനുഷ്യനങ്ങ് വീട് മരിക്കുകയാണ്. അവസാനം മൂസാ നബി നാട് വിടുകയാ. നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, മൂസാ, നിന്നെ പിടിക്കാൻ ഫിർഔനിന്റെ പട്ടാളക്കാര് വരുന്നുണ്ട്. ഇട്ടിരുന്ന വസ്ത്രത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ഓടുകയാണ്. ജോർദാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈജിപ്തിലൊക്കെ പോകുമ്പോ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് യാത്ര ചെയ്തു. അവസാനം ചരിത്രം അറിയുമല്ലോ, അല്ലാഹുവേ, ഒരു മരത്തിൽ ചാരിയിരുന്നിട്ട് മൂസാ നബി ദുആ ചെയ്യുന്നു, അല്ലാഹ്, എനിക്കാരുമില്ല അല്ലാഹ്, നീയല്ലാതെ ആരുമില്ല പടച്ചവന്, പരിചയമില്ലാത്ത നാടാണല്ലോ, നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചരിത്രമറിയുമല്ലോ, രണ്ട് പെൺകുട്ടികൾ വെള്ളം കോരാ നിൽക്കുന്നു, അവരെ സഹായിക്കുന്നു. സഹായിച്ചതിന് ശേഷമാണ് ദുആ ചെയ്തത്. അത് കഴിഞ്ഞ് പെൺകുട്ടികൾ വന്നിട്ട്, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങൾക്ക് പ്രതിഫലം തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുപോയ ചരിത്രമറിയുമല്ലോ. ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതൈ ഹാതൈൻ അലാ അൻ തഅജുറനി സമാനിയ ഹിജജ് ഫഇൻ അതംത അശറൻ ഫമിൻ ഇൻദിക വമാ ഉരീദു അൻ അശുഖ അലൈക സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാലിഹീൻ. മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞ രംഗം പറയുകയാണ്. ആരായിരുന്നു മൂസാ നബി വെള്ളം കോരാ സഹായിച്ച പെൺകുട്ടികളുടെ വാപ്പയാരാ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബി അലൈഹിസ്സലാം പടച്ചവനെ അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. ആ ശുഐബ് നബി പറയുകയാണ്, നീ 8 വർഷം എനിക്ക് കൂലിവേല ചെയ്യണം എന്ന വ്യവസ്ഥയിൽ എന്റെ 2 പെൺമക്കളിൽ നിന്ന് ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, 8 കൊല്ലം നീ ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ എന്റെ 2 പെൺമക്കളിൽ ഒരാളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ഇനി 10 വർഷം നീ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം. 8 എന്നുള്ളത് 10 വർഷം നിൽക്കുവാണെങ്കിൽ അൽഹംദുലില്ലാ, അത് നിന്റെ ഇഷ്ടം. നിനക്ക് പ്രയാസമുണ്ടാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നല്ല നിലയിൽ വർത്തിക്കുവാൻ നിനക്കുണ്ട്. ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. 8 വർഷം നിൽക്കണം. ഇല്ല, ഇനി 10 ആണെങ്കിൽ 10, നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിൽക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുഐബ് നബി അലൈഹിസ്സലാം ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞതിന് തെളിവ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം എടുത്തു നോക്ക്. 10-13 വയസ്സുണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്. അല്ലാഹുവേ, അപ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട പിതാവ് കടന്നു വരുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനെ ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും മക്കത്ത് കൊണ്ടുവന്ന് 2 മലകൾക്ക് നടുവിൽ കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. പ്രസവിച്ച് കിടന്ന ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. വർഷങ്ങൾ കഴിഞ്ഞു, മകനോട് സ്നേഹമുണ്ടായി. അങ്ങനെ മകനെ കാണാമെന്നോ, മകനെ കണ്ടപ്പോ വലിയ സ്നേഹമായി. എവിടെയും വാപ്പയും മകനും ഒരുമിച്ചാ. വാപ്പയ്ക്ക് തന്റെ മകനോട് സ്നേഹം കൂടിയപ്പോ അള്ളാഹു ഒന്ന് ടെസ്റ്റ് ചെയ്തു. എന്നോടാണോ സ്നേഹം,
മകനോടാണോ സ്നേഹം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. അങ്ങനെ തന്റെ പൊന്നുമകനെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ 10-13 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള പൊന്നാര മകന്റെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇബ്രാഹിം നബി പറഞ്ഞ പാവർത്തി എന്തെന്നറിയുമോ? ഫലമ്മാ ബലഗ മഅഹു സഅയ് ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 13 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ, ഇബ്രാഹിം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഖലീലായ പ്രവാചകന് വന്നിട്ട് പറയുന്നു, മോനെ നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. വാപ്പ സ്വപ്നം കാണുന്നു മോനെ, വാപ്പ സ്വപ്നം കാണുന്നു മോനെ. ആ സമയത്ത് മകൻ പറഞ്ഞ മറുപടിയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കാലയാ അവിടെന്ന് പറയുന്നു, കാല യാ അബത്തി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. ഇസ്മായിൽ എന്ന് പറയുന്ന 13 വയസ്സുകാരൻ അവിടെന്ന് പറയുന്നു, വാപ്പാ വാപ്പാ, അല്ലാഹു എന്താണോ പറയുന്നത്, അല്ലാഹു എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് താങ്കൾ ചെയ്തു കൊള്ളുക. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ശമാശീലരുടെ കൂട്ടത്തിൽ താങ്കളെ അല്ലാഹു കണ്ടെത്തുന്നതാണ്. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെ നിന്ന് പറഞ്ഞു, ഇൻഷാ അല്ലാഹ്. അവിടെ നിന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പറഞ്ഞു, ഇൻഷാ